സുഹൃത്തുക്കളെ, ഞാൻ റാഡിഷ് കൃഷി ചെയ്യുന്ന രീതി വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് വീഡിയോ ചെയ്യുന്നത്. ആദ്യം തടമൊരുക്കുക. പിന്നീട് അതിൽ ഞാൻ ചാണകപ്പൊടി, ഒരല്പം എല്ലുപൊടി, അല്പം വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ അല്പം ചകിരിച്ചോറും കൂടി ഞാൻ മിക്സ് ചെയ്യും. പെട്ടെന്ന് കിളിക്കാൻ വേണ്ടിയാണ്. ഇതും കൂടി മിക്സ് ചെയ്യാൻ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ തണുപ്പ് നിലനിൽക്കും. മണ്ണ് മാത്രം ആകുമ്പോഴത്തേക്ക് ചിലപ്പം വിത്ത് പെട്ടെന്ന് മുളയ്ക്കാൻ നമ്മൾ ചകിരിച്ചോറ് കൂടി ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇതും ഇത്രയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു 4 ഇഞ്ച് അകലത്തിൽ ഓരോ വിത്തും ഞാൻ ഇട്ടിരുന്നു. ചിലതൊക്കെ 1-2 എണ്ണമൊക്കെ ഒന്നിച്ച് വീണിട്ടുണ്ട്. അത് ഞാൻ വിളവെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ ആരോഗ്യമില്ലാത്തതും അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അന്നേരം 4 ഇഞ്ച് അകലത്തിൽ നമ്മൾ വിത്തിടുക. പിന്നെ അതിൻ്റെ മുകളിൽ വിത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചകിരിച്ചോറും മണ്ണും ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മളത് നനച്ചു കൊടുക്കുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നുകിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഓലയോ എന്തെങ്കിലും തടയായിട്ട് മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പം ഒന്നും അവിടെ വന്ന് ചവിട്ടയോ മറ്റ് പ്രാണികളോ ഒന്നും അതൊന്നും നശിപ്പിക്കാതെ. പിന്നെ 4-ൻ്റെ ആകുമ്പോൾ ഇത് മുളച്ച് വരും. 4-ൻ്റെ മുളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ സ്ലറി രൂപത്തിൽ വളം കൊടുക്കുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് അതിന് മണ്ണ് കൂട്ടി കൊടുക്കുക. എന്നുവെച്ചാൽ അതിൻ്റെ വലുപ്പം അനുസരിച്ച്, പൊക്കം വയ്ക്കുന്നതിനനുസരിച്ച് മണ്ണ് കൂട്ടി കൊടുക്കുക. അതിൻ്റെ കൂടെ ഇച്ചിരി അല്പം ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ സ്ലറി രൂപത്തിൽ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ആരോഗ്യത്തോടെ വളരും. ഇങ്ങനെ നല്ല പരിപാലിച്ചിട്ടാണ് ഞാൻ ഈ റാഡിഷ് കൃഷി ചെയ്തത്. പിന്നീട് വളർച്ച വരുന്നതിനനുസരിച്ച് മണ്ണ് കൂട്ടി കൊടുക്കുക, സ്ലറികൾ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ വളർത്തിയെടുത്ത് കൃഷി ചെയ്താൽ നല്ല രീതിയിൽ റാഡിഷ് കൃഷി ചെയ്യാം. വലിയ പരിചരണമൊന്നും കൂടാതെ നമുക്ക് റാഡിഷ് കൃഷി ചെയ്യാം. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.